കേരളത്തിലെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ആശങ്കയിലാഴ്ത്തി PSCയുടെ കടുംവെട്ട്. വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ LD ടൈപ്പിസ്റ്റ് സാധ്യതാ പട്ടിക 4-1 വെട്ടിച്ചുരുക്കി. റാങ്ക് ലിസ്റ്റിൽ ഇനിയും കുറവുണ്ടാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പരാതി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ മുഴുവൻ ആശങ്കയിലാക്കുന്നതാണ് PSC പ്രസിദ്ധീകരിച്ച പുതിയ LD ടൈപ്പിസ്റ്റ് സാധ്യതാ പട്ടിക. പട്ടികയിൽ ഉൾപ്പെട്ടത് കേവലം 348 പേർ. കഴിഞ്ഞ തവണ 1419 പേരെ ഉൾപ്പെടുത്തിയെടുത്താണ് ഈ കടുംവെട്ട്. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇനിയും കുറയും. സാധാരണഗതിയിൽ 500-ലേറെ പേർക്ക് നിയമനം ലഭിക്കാറുള്ള തസ്തികയാണിത്. നിയമനങ്ങൾ കുത്തനെ കുറഞ്ഞതാണ് പട്ടിക ചെറുതാക്കാൻ കാരണമെന്നാണ് PSCയുടെ വിശദീകരണം. കമ്പനികളിലും കോർപ്പറേഷനുകളിലും അസിസ്റ്റന്റുമാരും LD ക്ലർക്കുമാരും തന്നെ ടൈപ്പിംഗ് ജോലികൾ കൂടി ചെയ്യുന്നതിനാൽ പ്രത്യേക ടൈപ്പിസ്റ്റുകളുടെ ആവശ്യമില്ലെന്നാണ് അധികൃതരുടെ വാദം. നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥയും പരിതാപകരമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് വെറും 20 പുതിയ ഒഴിവുകൾ മാത്രം. ആകെയുള്ള 126 നിയമന ശുപാർശകളിൽ 106 എണ്ണവും NJD ഒഴിവുകളാണെന്നത് നിയമന മുരടിപ്പിന്റെ ആഴം വ്യക്തമാക്കുന്നു. പഠിച്ചു പാസ്സായവർക്ക് മുന്നിൽ PSCയും സർക്കാരും ചേർന്ന് വാതിലുകൾ കൊട്ടിയടക്കുകയാണോ? അതോ സർക്കാർ സർവീസിൽ നിന്ന് തന്നെ ഒരു തസ്തിക പൂർണ്ണമായും കുഴിച്ചുമൂടപ്പെടുകയാണോ? തസ്തിക വെട്ടിക്കുറച്ചാലും നിയമനങ്ങൾ ഇല്ലാതാക്കിയാലും നെഞ്ചിടിക്കുന്നത് ഉദ്യോഗാർത്ഥികളുടേതാണ്. അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.